ബി.ജെ.പി. ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ കാൻജർ ജില്ലയിലെ 8 ഗ്രാമങ്ങളുടെ പ്രവേശന കവാടങ്ങളിൽ പാസ്റ്റർമാർക്കും പരിവർത്തിത ക്രൈസ്തവർക്കും പ്രവേശനമില്ലെന്ന ബോർഡുകൾ സ്ഥാപിച്ച നടപടി വിവാദമായി. ഇതിനെതിരെയുള്ള ഹർജി ഛത്തീസ്ഗഡ് ഹൈക്കോടതി തള്ളിയത് സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. കാൻഗർ ജില്ലയിലെ ദിഗ്ബൽ താണ്ടി എന്നയാളാണ് കോടതിയിലെത്തിയത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹ, ജസ്റ്റിസ് ബിദു ദത്തഗുരു എന്നിവരടങ്ങിയ ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവിശ്വസനീയമായ പരാമർശങ്ങളോടെ പൊതു താൽപര്യ ഹർജി തള്ളുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്ന് വിധിന്യായത്തിൽ കോടതി അഭിപ്രായപ്പെട്ടു. പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും മതം മാറ്റുന്നത് തടയുകയാണ് ബോർഡ് സ്ഥാപിച്ചതിലൂടെ ലക്ഷ്യമിട്ടത്. പ്രദേശത്തെ ഗോത്രവർഗ്ഗക്കാരുടെയും പ്രാദേശിക സാംസ്കാരിക പൈതൃകത്തിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതലായാണ് ബോർഡുകൾ സ്ഥാപിച്ചതെന്നും കഴിഞ്ഞ 28-ന് പുറപ്പെടുവിച്ച ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ക്രൈസ്തവ സമൂഹത്തെയും മതപ്രചാരകരെയും മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നതിനായാണ് ബോർഡ് സ്ഥാപിച്ചതെന്നാണ് ഹർജിക്കാരൻ ആരോപിച്ചത്. പഞ്ചായത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ പാരമ്പര്യം നമ്മുടെ പൈതൃകം എന്ന പേരിൽ പ്രമേയം പാസാക്കാൻ ജില്ലാ പഞ്ചായത്ത്, ജൻപത് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പാസ്റ്റർമാരുടെയും പരിവർത്തിത ക്രൈസ്തവരുടെയും പ്രവേശനം തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. ന്യൂനപക്ഷമായ ക്രൈസ്തവരിൽ ഭയം ജനിപ്പിക്കുന്ന ഇത്തരം ബോർഡുകൾ കാങ്കർ ജില്ലയിലെ 8 ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് നിയമത്തിൽ ഗോത്രവർഗ മേഖലയിലുള്ള പ്രത്യേക വ്യവസ്ഥകൾ ക്രൈസ്തവർക്കെതിരെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. പ്രലോഭനങ്ങളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും മതപരിവർത്തനം നടത്തുന്നത് തടയുന്നതിനെതിരെ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനാകില്ലെന്ന് ഇരുപക്ഷത്തിന്റെയും വാദം കേട്ട ശേഷം കോടതി വ്യക്തമാക്കുകയായിരുന്നു. പരാതി പരിഹരിക്കുന്നതിന് നിയമപരമായ മാർഗങ്ങൾ വിനിയോഗിച്ച ശേഷമായിരിക്കണം ഹൈക്കോടതിയെ സമീപിക്കേണ്ടതെന്നും വിധിന്യായത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.